അൻവറിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് കോൺഗ്രസ്. പക്ഷേ പ്രശ്നം എവിടെയാണ്? പിണറായി വിജയന് ദോഷം വരുന്ന ഒരു കാര്യവും സതീശൻ ചെയ്യില്ല. അത് കോൺഗ്രസ്സിൽ അങ്ങാടിപ്പാട്ടല്ലേ. വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ്. ഞാൻ പ്രസിഡൻ്റായ അന്ന് പോലും ഞാൻ പറയുന്നുണ്ട്, അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ്. അദ്ദേഹം പിണറായി വിജയന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്, കോൺഗ്രസിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല. പിണറായി വിജയൻ്റെ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ആളാണ് വി ഡി സതീശൻ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻവറിനില്ലാതെ പോയതുകൊണ്ടാണ് അൻവർ ഈ കുളത്തിലേക്ക് ചാടിയത്. അൻവർ സ്വതന്ത്രമായ നിലപാടെടുത്തിരുന്നെങ്കിൽ യു ഡി എഫിൻ്റെ ആലയിൽ പോയി ഇങ്ങനെ പെട്ട് കിടന്നിരുന്നതല്ലായിരുന്നെങ്കിൽ അൻവറിന് ഒരു വിലയുണ്ടായിരുന്നു. അൻവർ വിചാരിച്ചത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് പോയി സംസാരിച്ചാൽ കാര്യം നടക്കുമെന്നാണ്. നടക്കില്ല. കുഞ്ഞാലിക്കുട്ടിയല്ല, സുധാകരനല്ല, ആര് പറഞ്ഞാലും വി ഡി സതീശൻ പിണറായിക്ക് ദോഷമുള്ള ഒരു കാര്യം ചെയ്യില്ല. പിണറായിയെ എതിർക്കുന്നവരെ എല്ലാം തീർക്കുകയാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. ഇപ്പോൾ വെടക്കാക്കി നശിപ്പിക്കുന്ന രീതിയിലാണ് പി വി അൻവർ എവിടെ ഇല്ലാണ്ടേ. അല്ല, അൻവറിൻ്റെ പ്രശ്നം ഇതാണ്. അൻവർ വിശ്വസിച്ചു കോൺഗ്രസ്സുകാരെ. ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കോൺഗ്രസ്സുകാരെ. കോൺഗ്രസ്സിന് അതിൻ്റെ നേതൃത്വം അങ്ങനെയുള്ള ശക്തികളുടെ കയ്യിലാണ്. സുധാകരനും പോയി. ഇനിയിപ്പോൾ ഒരു രക്ഷയും അയാൾക്ക് കിട്ടില്ല. ഈ മുനമ്പം വിഷയമൊക്കെ സജീവമായി നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മുനമ്പം വിഷയം ചർച്ചയാകുമ്പോഴാണ് ഒരുപക്ഷെ ഇടയിൽ തന്നെ BJP ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമവും സജീവമാക്കി. അപ്പോൾ ആ ഒരു വിഷയമടക്കം മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കുമോ നിലമ്പൂരിൽ? അല്ല, എല്ലാ വിഷയങ്ങളും ചർച്ചയാവും. മുനമ്പം ചർച്ചയാവും, മലയോര കർഷകരുടെ വിഷയം ചർച്ചയാവും, LDFിൻ്റെയും UDFിൻ്റെയും പല നിലപാടുകളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദ്യം ചെയ്യപ്പെടും. വർഗീയ പ്രീണനം ഇപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ പറയുന്നത് വേറെ കാര്യങ്ങളാണെങ്കിൽ മലയോര കർഷകരെ ഉള്ളിൽ അവർ കൊണ്ടുപോകുന്നത് ഭയങ്കരമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ്. ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്യും. നിലമ്പൂരിൽ രണ്ട് മുന്നണികളും വർഗീയത പറയുന്നത് എന്താ സംശയമുള്ളത്? വർഗീയതയല്ലേ, പച്ച വർഗീയതയല്ലേ. ഇപ്പം CPI ദേശീയ പതാക ഉയർത്തിയിട്ട് ഭാരത് മാതാക്ക് ജയ് വിളിച്ചു. അതിലേക്ക് ഉള്ളത്ര ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നിപ്പോൾ ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് CPIക്കെതിരായിട്ട്. എന്താ ഉദ്ദേശം? ആരുടെ വോട്ടിൻ്റെ ഉദ്ദേശം? ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. ദേശീയ പതാക കാണുമ്പോൾ അലർജി ആയിട്ടുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്, തീവ്ര ചിന്താഗതിക്കാരെ. അവരെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, CPI ഘടകകക്ഷി ഇപ്പോൾ എതിർക്കേണ്ടത് ബിനോയ് വിശ്വത്തിനെയാണോ? ബിനോയ് വിശ്വം ഭാരത് മാതാക്ക് ജയ് വിളിച്ചു, ഗോവിന്ദന് സഹിക്കുന്നില്ല. അപ്പോൾ വർഗീയ വോട്ടുകളാണ് എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത്.